നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കും. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നാളെ, അതായത് ഏപ്രിൽ 30 സഹജമാർഗത്തിലെ ഗുരുനാഥനായിട്ടുള്ള ബാബുജി മഹാരാജിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻസാണ്. ഈ ഒരു വളരെ സ്പിരിച്വലായിട്ടുള്ള അന്തരീക്ഷത്തിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നും അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ യൂട്യൂബ് ലിങ്ക് ഉപയോഗിച്ചിട്ട് ദാജി എന്ന് യൂട്യൂബിൽ ക്ലിക്ക് ചെയ്താൽ ദാജി ലൈവ് കാസ്റ്റ് ക്ലിക്ക് ചെയ്താൽ സത്സംഗിന് ടൈമിങ്സ് കാണാം, പങ്കെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന മാറ്റങ്ങൾ ബോധതലത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. അതാണ് യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷൻ. ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിൽ ഓബ്ജക്റ്റീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ് പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. എത്ര മാർക്ക് കിട്ടി, എത്ര സ്റ്റാർ കിട്ടി, സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ ജോലിയിൽ ശമ്പള വർധനവ്, പൊസിഷനിലുള്ള പുരോഗതി, പ്രൊമോഷൻ, ഇതൊക്കെയാണ് നമ്മൾ പ്രോഗ്രസ് ആയിട്ട് അളക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഒരു ഘട്ടം കഴിയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ റാങ്ക് കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയുടെ ആ സർട്ടിഫിക്കറ്റിന് പ്രായം ഒരു വിലയില്ല. MBBS ഗോൾഡ് മെഡൽ കിട്ടി എന്ന് പറഞ്ഞിട്ട് പ്രാക്ടീസിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. എന്താണ് ഉള്ളിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത്, ഏത് തരത്തിലാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നത്, ഇതാണ് പ്രധാനം. അപ്പോൾ അവിടെയാണ് റിലിജിയൻ്റെ പ്രാധാന്യം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ റിലിജൻ എന്ന് പറയുന്നതും സയൻസ് എന്ന് പറയുന്നതും
രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യുക, അത് സെപ്പറേറ്റാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ റിലിജനെ ട്രാൻസെൻഡ് ചെയ്യണം എന്ന് ബാബുജി മഹാരാജ് പറഞ്ഞു. വേർ റിലിജൻ ആൻഡ് സ്പിരിച്വാലിറ്റി ബിഗിൻസ് എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ പരമ്പരാഗതമായിട്ട് റിലിജൻ എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു സ്റ്റേറ്റിന് ഉള്ളിലുള്ള മാറ്റങ്ങളിലേക്ക് തിരിയുമ്പോൾ അത് സ്പിരിച്വാലിറ്റി ആയിട്ട് മാറും, ആധ്യാത്മികതയായിട്ട് മാറും, ഒരു പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ട് മാറും. ഈശ്വരൻ ഉണ്ടോ ഈശ്വരൻ ഇല്ലേ എന്നുള്ള ചർച്ചകൾ, ഈശ്വരന് നമ്മുടെ എഡ്യൂക്കേഷൻ എന്താണ് പ്രാധാന്യം എന്നുള്ള രീതിയിൽ ഡിസ്കഷൻസ്, ഇതെല്ലാം ക്രമേണ ഇല്ലാണ്ടായി മാറും. ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന കുട്ടി അമ്പലത്തിൽ പോയി തൊഴുന്നു, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു, അതിനുശേഷം എക്സാമിന് പോകും. അപ്പോൾ പ്രാർത്ഥനയും എക്സാമും വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് വേറൊരു സ്ഥലമുണ്ട്. സ്കൂള് വേറെ, പ്രാർത്ഥനയുടെ സ്ഥലം വേറെ. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ശരിയായിട്ടുള്ള എഡ്യൂക്കേഷനിൽ നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ യഥാർത്ഥത്തിലുള്ള ബെറ്റർമെൻറ്റ്, ബോധത്തിലുള്ള ബെറ്റർമെൻറ്റാണ് എഡ്യൂക്കേഷൻ്റെ പർപ്പസ് എന്ന് മനസ്സിലാകുമ്പോൾ ഈ തരത്തിലുള്ള ഒരു സ്പ്ലിറ്റ് ഇല്ലാണ്ടേ മാറും. ഈശ്വരൻ ഉണ്ടോ ഈശ്വരൻ ഇല്ലേ എന്നുള്ള ചോദ്യം തന്നെ ഇല്ലാണ്ടേ മാറും. ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അത് ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു കർമ്മമല്ലാതെ മാറും. ഗൗതമ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, വെറുതെ എന്തിനാണ് നിങ്ങൾ ഒരിക്കലും കാണാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ കാരണന്മാരൊന്നും കാണാത്ത ഒരു ഈശ്വരനെക്കുറിച്ച് ചർച്ച ചെയ്ത് സമയം കളയുന്നത്. നിങ്ങൾ നന്മ ചെയ്യും, നന്നായിരിക്കും, കൂടുതൽ നന്നായിക്കൊണ്ടിരിക്കും. കൂടുതൽ നന്നാവുക എന്നുള്ള എന്താണ്? കൂടുതൽ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന തരത്തിലേക്ക് മാറുക, കമ്പാഷനേറ്റ് ആവുക, സെൽഫ്ലെസ് ആവുക, നിസ്വാർത്ഥരാവുക, എപ്പോഴും ശാന്തിയും സമാധാനവും ഒക്കെ നിലനിൽക്കും, ഹാർമണി. കാരണം ഏതൊരു കണ്ടീഷനിലും സമാധാനം വരുന്ന എപ്പോഴാണ്? നമ്മൾ നിസ്വാർത്ഥരായിരിക്കുമ്പോഴാണ്. നമുക്കൊന്നും ആവശ്യമില്ല, നമുക്കവിടെ ഒന്നും ചെയ്യണമെന്നില്ല. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മളായിട്ട് അവിടെ ഫോഴ്സ്ഫുള്ളായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉള്ളിലേക്ക് തിരിയുമ്പോൾ, നമ്മുടെ ശരിയായുള്ള മൂല്യങ്ങളിലേക്ക് തിരിയുമ്പോൾ ബാഹ്യമായുള്ള പ്രകടനങ്ങൾക്ക് പ്രാധാന്യം കുറഞ്ഞു വരും. അതായത് നാച്ചുറൽ എക്സ്പ്രഷനായി മാറും. ഒരു പൂവ് വിടരുന്നത് ഉള്ളിൽ നിന്നാണ്. അതിനാണ് അതിന് സൗന്ദര്യം. ഒരു മൊട്ടിങ്ങനെ പിടിച്ചു വെച്ചാൽ പൂവ് ആവില്ല. ഒരു വിത്ത് മരമായി മാറുന്നത് വളരെ സ്ലോ പ്രോസസ്സാണ്, അറിയുന്നില്ല. ഒരു വിത്ത് പൊട്ടിച്ചാൽ മരം ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു മാറ്റത്തിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ വേവ്സ്, തരംഗങ്ങൾ ചുറ്റും സ്പ്രെഡാവും. അറിയാതെ തന്നെ അവിടെ ഹാർമണിയും പീസും വരാൻ തുടങ്ങും. ഈശ്വര സാന്നിധ്യം എന്നുള്ളത് നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. ആ ഡിവൈൻ പ്രിൻസിപ്പിൾ നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യും. നമ്മൾ കൂടുതൽ യഥാർത്ഥത്തിലുള്ള ആ ഈശ്വര തത്വത്തിലേക്ക്, സ്നേഹത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ജീവിതത്തിൽ പല രീതിയിലുള്ള അത്ഭുതങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. നമ്മളതിന് അത്ഭുതങ്ങൾ എന്ന് തന്നെ പറയാൻ, അതിന് പേരിടാൻ ശ്രമിക്കില്ല. ഒരു ഉദാഹരണം പറയാം. എൻ്റെ അച്ഛൻ സ്കൂൾ ടീച്ചറായിരുന്നു. വളരെ ഡിസിപ്ലിൻഡായിട്ട് സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ. ലീവ് എടുക്കില്ല, ലേറ്റ് ആവില്ല. അച്ഛന് അന്നത്തെ പ്രിൻസിപ്പളായിരുന്ന ചെട്ടിയാർ മാഷ് പ്രൈമറി ക്ലാസ് പെട്ടെന്ന് 10ാം ക്ലാസ്സിൽ ഹിന്ദി എടുക്കാൻ വേണ്ടിയിട്ടൊരു ചാൻസ് കൊടുത്തു. അപ്പം അച്ഛൻ പറഞ്ഞു, തന്നാൽ ഞാൻ ചെയ്യാതിരിക്കില്ല, ഞാൻ ഇതുവരെ ചെയ്തില്ല. അപ്പം അതിനുവേണ്ടി കഠിനമായിട്ട് ശ്രമിക്കേണ്ടി വന്നു. പലപ്പോഴും ലൈബ്രറിയിൽ നിന്ന് വായിക്കണം. അത് നല്ല ഏജായിട്ടാണ് ഈ തരത്തിൽ റീഡിങ്. 15 വയസ്സായിട്ടാണ് തോന്നുന്നു. ഒരു ദിവസം ഇങ്ങനെ ക്ലാസ് പോകാനായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അച്ഛൻ എല്ലാ പ്രാവശ്യം ക്ലാസ്സിൽ പോകുമ്പോൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്, ടീച്ചിങ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ആ നോട്ട്സ് പ്രകാരമാണ് പഠിപ്പിക്കുന്നത്. ഒരു ദിവസം ലൈബ്രറിയിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ആ ഒരു ക്ഷീണത്തിൽ അവിടെ നിന്ന് ഉറങ്ങിപ്പോയി. ഇപ്പോൾ ചെട്ടിയാർ മാഷ് പ്രിൻസിപ്പൾ ലൈബ്രറിയിൽ നിന്നപ്പോൾ അച്ഛൻ അവിടെ മേശമേ തല വെച്ച് മയങ്ങാണ്. മാഷ് 10ാം ക്ലാസ്സിൽ പോയി. അപ്പോൾ അവരോട് ചോദിച്ചു, ഇപ്പോൾ ക്ലാസ് ആരുടെ? അപ്പോൾ നീലട്ട മാഷയാണെന്ന് പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞു, നോ പ്രോബ്ലം, സിറ്റ് ക്വയറ്റ്ലി. എന്നിട്ട് അവിടെ ഇടയ്ക്ക് നിരീക്ഷിക്കും പോകും. ഒന്നും പറഞ്ഞില്ല, അച്ഛനോടൊന്നും പറഞ്ഞില്ല. അച്ഛൻ പെട്ടെന്ന് എണീറ്റിട്ട്, അയ്യോ ക്ലാസ് മിസ്സായാലോ എന്നൊന്ന് ഓടിയപ്പോൾ ചെട്ടിയാർ മാഷ് തിരിച്ചു കൊടുക്കുന്നത്. സാരില്ല മാഷ് ക്ഷീണിച്ചിട്ടല്ലേ, സാരില്ല, നെക്സ്റ്റ് ടൈം കംപ്ലീറ്റ് ചെയ്യണം. ഇതാണ് മിറക്കിൾ എന്ന് പറയും. ഒരു ആക്ഷനും ഇല്ല.
അച്ഛൻ പഠിപ്പിച്ച ക്ലാസ്സുകളിലൊക്കെ ഇന്ത്യയുടെ റിസൾട്ട്സ് വളരെ ഗംഭീരമായിരുന്നു. ആ സിൻസിയറിറ്റി, ഇതിന് മിറക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ ലോട്ടറി എടുത്തിട്ട് പൈസ കിട്ടുന്നതല്ല യഥാർത്ഥത്തിൽ മിറക്കിൾ. മിറക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സ്നേഹം കൊണ്ടും ഡിസിപ്ലിൻ കൊണ്ടും സത്യസന്ധത കൊണ്ടും അൺഫോൾഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, മറ്റുള്ളവരുണ്ടാകുന്ന മാറ്റങ്ങൾ, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ അറിയാതെ നമ്മളെ സ്നേഹിക്കുന്നു, അംഗീകരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈശ്വരൻ എന്ന തത്വത്തെ അനുഭവിക്കുന്നു. ഗോഡ് എന്ന പ്രിൻസിപ്പിൾ നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഈശ്വരനെ അറിയുന്നത്. അപ്പോൾ ഈശ്വരൻ ഉണ്ടോ ഈശ്വരൻ ഇല്ല എന്നുള്ള ചോദ്യത്തിന് അവിടെ പ്രസക്തി ഇല്ലാണ്ടേ മാറും. ഇതാണ് സഹജമാർഗം, ഇതാണ് ഹാർട്ട്ഫുൾനെസ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെഗുലറായിട്ട് ധ്യാനിക്കുന്നത്, ശുദ്ധീകരണം നടത്തുന്നത്, സത്സംഗങ്ങൾ നടത്തുന്നത്. ഈ സത്യം ജീവിതത്തിൽ കൂടുതൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.